നിങ്ങളെക്കൊണ്ട് വിജയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പക്ഷേ ഉള്ളിൽ എന്തോ ഒന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോൾ അതിന് തയ്യാറല്ല എന്ന് ഉള്ളിൽ നിന്നും ആരോ പറയുന്നത് പോലെ തോന്നുന്നുണ്ടോ? നിങ്ങൾ പരാജയപ്പെട്ടേക്കാം എന്ന് തോന്നുന്നുണ്ടോ? ആളുകൾ എന്തു വിചാരിക്കും എന്ന് തോന്നുന്നുണ്ടോ? സ്വാമി വിവേകാനന്ദൻ അതിനെ നിങ്ങളുടെ ഉള്ളിലെ ശത്രു എന്ന് വിളിച്ചു. അതിനെ നശിപ്പിക്കുന്നത് അചഞ്ചലമായ ആത്മവിശ്വാസത്തിലേക്കുള്ള ആദ്യപടിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആര് നിങ്ങളെ സംശയിച്ചാലും തകരാത്ത ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിനുള്ള വിവേകാനന്ദൻ്റെ കാലാതീതമായ മാർഗരേഖ ഇന്ന് നമുക്ക് പരിശോധിക്കാം. നമസ്കാരം. മോട്ടീവ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന ഈ ആധുനിക ലോകത്ത് ചരിത്രത്തിലെ ഏറ്റവും മഹാന്മാരായ ചാണക്യൻ, ബുദ്ധൻ, വിവേകാനന്ദൻ തുടങ്ങിയവരുടെ മനസ്സുകളിൽ പിറന്ന തന്ത്രങ്ങളും വിജയത്തിൻ്റെ രഹസ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. പുരാതന ജ്ഞാനത്തെ ആധുനിക ജീവിതത്തിൽ പ്രയോഗിച്ച് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും ശക്തമാക്കാനും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഒന്നാമതായി വേണ്ടത് ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നതുവരെ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. അദ്ദേഹം അഹങ്കാരത്തെക്കുറിച്ചല്ല സംസാരിച്ചത്. ഓരോ മനുഷ്യരിലും നിലനിൽക്കുന്ന ആന്തരിക ശക്തിയിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അതേ ശക്തിയാണ് നമ്മളിൽ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതെന്നും ആ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഭയം അപ്രത്യക്ഷമാകുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. അതിനാൽ ആത്മവിശ്വാസത്തിലേക്കുള്ള ആദ്യപടി പുറത്തേക്ക് നോക്കുകയല്ല, മറിച്ച് ഉള്ളിലേക്ക് നോക്കുക എന്നതാണ്. നിങ്ങൾ സ്വയം ചോദിക്കുക, എൻ്റെ സ്വന്തം ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? കാരണം ആത്മവിശ്വാസം ആരംഭിക്കുന്നത് കയ്യടിയിൽ നിന്നല്ല. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി ഞാൻ മതി എന്ന് തീരുമാനിക്കുമ്പോൾ അത് നിശബ്ദതയിൽ ആരംഭിക്കുന്നു. രണ്ടാമതായി സംശയം എന്ന രോഗത്തെ നശിപ്പിക്കുക. സാധ്യതകളുടെ ഏറ്റവും വലിയ വിനാശകനാണ് സംശയമെന്ന് വിവേകാനന്ദൻ മുന്നറിയിപ്പ് നൽകി. അദ്ദേഹം പറഞ്ഞു, സ്വയം ദുർബലനാണെന്ന് കരുതുക എന്നതാണ് ഏറ്റവും വലിയ പാപം. എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ പറയുമ്പോഴെല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വിഷലിപ്തമാക്കുന്നു. നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോഴെല്ലാം നിങ്ങളുടെ ശക്തി മറ്റൊരാൾക്ക് കൈമാറുന്നു. ഞാൻ ഒന്നുമല്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ എല്ലാം ആകുന്നു എന്ന് പറയുക. ഇതിനായി ചിന്തയെ മാറ്റിമറിക്കാൻ അദ്ദേഹം തൻ്റെ അനുയായികളെ പഠിപ്പിച്ചു. അതുപോലെ എനിക്ക് കഴിയില്ല എന്നതിന് പകരം ഞാൻ ശ്രമിക്കട്ടെ എന്ന് പറയുക. ആത്മവിശ്വാസം എന്നത് പ്രവൃത്തി, ആവർത്തനം, നിങ്ങളുടെ ഉള്ളിലെ അദൃശ്യ ശക്തിയിലുള്ള വിശ്വാസം എന്നിവയിലൂടെ ഒരു പേശി പോലെയാണ് കെട്ടിപ്പടുക്കുന്നത്. മൂന്നാമതായി ഭയത്തിൽ നിന്നും രക്ഷപ്പെടരുത്, അതിനെ നേരിടാൻ പഠിക്കുക. വിവേകാനന്ദൻ ഒരു യുവ സന്യാസിയായിരുന്നപ്പോൾ കുരങ്ങുകൾ നിറഞ്ഞ ഒരു തെരുവിലൂടെ അദ്ദേഹം നടന്നു. ഭയന്ന് വിറച്ച് അദ്ദേഹം ഓടാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹം കൂടുതൽ ഓടുന്തോറും അവ അദ്ദേഹത്തെ കൂടുതൽ പിന്തുടരാൻ തുടങ്ങി. അപ്പോൾ ഒരു വൃദ്ധൻ വിളിച്ചു പറഞ്ഞു, അവരെ നേരിടുക. വിവേകാനന്ദൻ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ആ കുരങ്ങുകളുടെ കണ്ണിലേക്ക് നേരെ നോക്കി. അവ ചിതറിപ്പോയി. പിന്നീട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പാഠമായിരുന്നു അത്. ഭയമുള്ളതിനെ നേരിടുക, ധൈര്യത്തോടെ നേരിടുക. ഭയം ഒഴിവാക്കുന്നതിലൂടെയല്ല, മറിച്ച് അതിലൂടെ നടക്കുന്നതിലൂടെയാണ് ആത്മവിശ്വാസം ജനിക്കുന്നത്. നിങ്ങൾ നേരിടുന്ന ഓരോ ഭയവും നിങ്ങളുടെ ആന്തരിക ശക്തിയുടെ ചുവരിൽ ഒരു ഇഷ്ടികയായി മാറുന്നു. നാലാമതായി അച്ചടക്കവും ശ്രദ്ധയും ശീലിക്കുക. അത് ആത്മവിശ്വാസത്തിൻ്റെ നട്ടെല്ലാണ്. ആത്മവിശ്വാസം ഒരു പ്രസംഗത്തിലൂടെയോ ഒരു വിജയത്തിലൂടെയോ കെട്ടിപ്പടുക്കുന്നതല്ല. നിങ്ങളുടെ ശീലങ്ങൾ, ചിന്തകൾ, സ്ഥിരത എന്നിവയിലൂടെ അത് ദൈനംദിന അച്ചടക്കത്തിൽ കെട്ടിപ്പടുത്തിരിക്കുന്നു. വിവേകാനന്ദൻ്റെ പ്രഭാതങ്ങൾ ധ്യാനം, നിശബ്ദത, ലക്ഷ്യബോധം, വ്യക്തത എന്നിവയോടെയാണ് ആരംഭിച്ചത്. അദ്ദേഹം തൻ്റെ മനസ്സിനെ അനുസരിക്കാൻ പരിശീലിപ്പിച്ചു, മറിച്ചല്ല. അദ്ദേഹം പറഞ്ഞു, ഒരു ആശയം സ്വീകരിക്കുക, ആ ഒരു ആശയം നിങ്ങളുടെ ജീവിതമാക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് സ്വപ്നം കാണുക, ആ ആശയത്തിൽ ജീവിക്കുക.
നിങ്ങളുടെ ശ്രദ്ധ അത്ര മൂർച്ചയുള്ളതാകുമ്പോൾ ആത്മവിശ്വാസം യാന്ത്രികമായി മാറുന്നു. വിവേകാനന്ദൻ്റെ രഹസ്യം ലളിതമായിരുന്നു, എന്നാൽ ശക്തവുമായിരുന്നു. 1. നിങ്ങളുടെ ആന്തരിക ശക്തിയിൽ വിശ്വസിക്കുക. 2. നിങ്ങളുടെ സ്വപ്നങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് സംശയത്തെ ഇല്ലാതാക്കുക. 3. ഭയത്തെ നേരിടുക, ഒരിക്കലും പിന്തിരിഞ്ഞോടരുത്. 4. അച്ചടക്കവും ശ്രദ്ധയും നിലനിർത്തുക. യഥാർത്ഥ ആത്മവിശ്വാസം ഉച്ചത്തിലുള്ളതല്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. അത് ശാന്തവും വ്യക്തവും നിർഭയവുമാണ്. അതിനാൽ ഇന്ന് തന്നെ തയ്യാറാണെന്ന് തോന്നാൻ കാത്തിരിക്കുന്നത് നിർത്തുക. സ്വപ്നങ്ങൾക്ക് പിന്നാലെ നടക്കാൻ തുടങ്ങുക. കാരണം വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, എഴുന്നേൽക്കുക, ശക്തനാകുക, സ്വയം വിശ്വസിക്കുക, ലോകം നിങ്ങളുടെ കാൽക്കല്ലായിരിക്കും. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.